ഹലോ അർപ്പാബ്സ് ആൻഡ് അർപ്പാബീസ് പാലുംപഴത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് മൗണ്ട് ഫൂജി ടൂറിനാണ്. പക്ഷേ ഇന്ന് മൗണ്ട് ഫൂജി കാണുമെന്ന് തോന്നുന്നില്ല. കാണുന്നുണ്ടോ എന്നറിയില്ല, നല്ല മഞ്ഞുണ്ട്, ഒരു വിസിബിലിറ്റി ഇല്ല. അപ്പം എന്തായാലും കാണാൻ ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നല്ലൊരു കോടമഞ്ഞുള്ള സ്ഥലം, ഏതൊരു മല റീജിയനാണ്. ഇവിടുന്ന് കാണാൻ പറ്റിയ കൊള്ളാം. അപ്പോൾ നമ്മളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ടൂർ പാക്കേജ് ക്ലൂക്കൊന്ന് എടുത്തിട്ട് വിത്ത് ലഞ്ച് ഉള്ളൊരു പാക്കേജാണ്. ഒരു ഫുൾ ഡേ ടൂറാണ്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു ചൈനീസ് ഗൈഡാണ്. അവർ ഇംഗ്ലീഷിലെല്ലാം പറയുന്നുണ്ടായി. ഓരോ ഇവിടുത്തെ വില്ലേജിൻ്റെ കാര്യവും ഫുഡിൻ്റെ കാര്യവും ഓരോന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു റെസ്റ്റ് റൂം ബ്രേക്കിനെ കുറച്ച് നേരം നിർത്തി ഒരു പാർക്കിങ്ങിൽ. ആൾക്കാരെല്ലാം റെസ്റ്റ് റൂമിൽ പോയി ഒരു ലാഡറെല്ലാം കയറി പോകണം കുറച്ച് മുകളിലേക്ക്. നമ്മൾ ആ ഷൈനോ ടെമ്പിൾ പോലത്തെ സ്ഥലത്തിൻ്റെ മുകളിലെത്തി. കുറേ നടക്കാനുണ്ടായി, കുറച്ച് വ്യൂ എല്ലാം ഉണ്ടായി. ഇപ്പം നമ്മളവിടെ എത്തി. കാണിച്ചുതരാം. ഒരു പഗോഡയാണ്. നമ്മൾ മറ്റേ ടെമ്പിൾ പോലത്തെ ഏരിയൻ്റെ സ്ഥലത്തൊന്ന് പോയി. പക്ഷെ ഇന്ന് ശരിക്കൊരു മുമ്പിയ ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഫുൾ ക്ലൗഡ് ആയതുകൊണ്ട് ഈ ട്രിപ്പ് ഒരു മുതലാവാത്ത പോലെ ഉണ്ട്. കാരണം നമ്മൾ പോകേണ്ട സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം ഒരു ഫേമസ് ഇൻസ്റ്റഗ്രാമിൽ എടുക്കുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്. പക്ഷേ സാധാ സ്ട്രീറ്റ്, മഞ്ഞ് പിടിച്ച സ്ട്രീറ്റ് പോലെ ഉണ്ട്. യൂഷ്വലി മൗണ്ട് ഫൂജി എല്ലാം ഉണ്ടാവും അതിൽ. പക്ഷെ ഒന്നും കാണുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് മല പോലെ മൗണ്ട് ഫൂജി ഉണ്ടാവും. ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഫോട്ടോ എല്ലാം എടുക്കും ആൾക്കാർ. സിംസാനാണ് ഇങ്ങനെ ഉണ്ടാവേണ്ട സംഭവമാണ് സ്ട്രീറ്റ്. നല്ല മഞ്ഞുള്ളതുകൊണ്ടൊന്നും കാണുന്നില്ല. സീൻ ഫോട്ടോ എല്ലാം എടുക്കാൻ എല്ലാം കൊള്ളായി. അല്ലെങ്കിൽ ഏരിയ നമ്മുടെ നാടെല്ലാം പുറത്ത് ശരി മഞ്ഞെല്ലാം കൂടിയിട്ട് രസമുണ്ട്. വേറൊരു സ്പോട്ടിലെത്തി. ബാക്കിൽ കാണാൻ പറ്റുന്നറിയില്ല, ഇവിടെ ഒരു ലോസൺ ഉണ്ട്. യൂഷ്വലി ഇതിൻ്റെ ബാക്കിൽ മൗണ്ട് ഫൂജിൻ്റെ വ്യൂ ഉണ്ടാവണം. പക്ഷേ ആസ് യു നോ ഇന്ന് നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഒന്നും കാണാൻ പറ്റൂല. ഒരു ചുമ്മാ ഒരു ലോസം കാണാം, കുറേ മഞ്ഞും കാണാം. ബാക്കിൽ വേറെ കുറേ മലയുണ്ട്, നമ്മളെ നാട്ടിലെല്ലാം പോലെയുള്ള മല. പ്രത്യേകിച്ചൊന്നും കാണാനില്ല ശരിക്കും പറഞ്ഞാൽ. മലയില്ലെങ്കിൽ ഇത് വെറും ഒരു നോർമൽ സ്ഥലം. മുതലാക്കാം. അല്ലാണ്ട് എന്താ, ഇവിടെ ഫ്രീ ആയിട്ട് ഡ്രിങ്ക് എല്ലാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു കാപ്പിയെല്ലാം കുടിച്ച് വാനിലിരിക്കാം. പക്ഷെ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുമ്പേ നമ്മൾ പോകുമെന്ന് തോന്നുന്നു. മേപ്പിൾ ലീവ്സിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെങ്കിലും എന്തെങ്കിലും കാണാണ്ടായാൽ മതിയായിരുന്നു. നോക്കണം. എന്നാലും വ്യൂ കാണിച്ചു തരാം. വലുതായിട്ടൊന്നുമില്ല, എന്നാലും കാണാം. ഇതാണ് ലോസൻ. യൂഷ്വലി ഇതായി ലോസൻ്റെ ടൈറ്റലിൻ്റെ മുകളിൽ ഇവിടെ എങ്ങനെ മൗണ്ട് ഫൂജി ഉണ്ടാവും. പക്ഷേ ഒന്നുമില്ല. എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് എന്താണോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ട്രഡീഷണൽ ജാപ്പനീസ് ഫുഡെല്ലാം കഴിച്ചു. നമുക്ക് ലഞ്ചെല്ലാം തന്നു, നല്ലതായിരുന്നു.
അതിൻ്റെ ഇടയിൽ വേറൊരു സീന്, ബാക്കിൽ പോലീസിനെ കാണുന്നുണ്ടോ, നമ്മുടെ ഡ്രൈവറും വേറൊരു ഡ്രൈവറും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടായി. ഇത് നമ്മുടെ വാൻ്റെ ഡ്രൈവർ റോഷൻ അവിടെ ഉണ്ട്. പിന്നെ ആ ബസ്സിൽ ഇപ്പുറം ഒരു ബസ്സുണ്ട്, ബസ്സിൻ്റെ ഡ്രൈവറും തമ്മിൽ ഫൈറ്റിന് എന്താ പോലീസ് നമ്മുടെ വാൻ ഡ്രൈവറാണ് പോലീസിനെ വിളിച്ചത്. അവൻ മറ്റവനെന്തോ പറഞ്ഞു, എന്നെ തല്ലിയെന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു. എന്നിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്, തിന്നു കഴിഞ്ഞിട്ട് അവൻ പറയുന്നില്ല പോലീസ് വരുന്ന, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ. എന്തോ ഇവിടെ തന്നെയാ. Fuji Lake. So many years ago, the mountain Fuji erupted, and there are becoming so many lakes and mountains surrounding the mountain Fuji, including 5 famous lakes. In Japanese, they call it Fuji Gogo. Yeah, go it means 5, and a go it means lake. So you will feel the Japanese is interesting because two same pronunciation go but different meanings. Yeah, go, the first one go is ഇപ്പോൾ നമ്മൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ, എന്തോ ഇനി മഞ്ഞ് കാരണം മൂടിയോന്ന് അറിയാം. പിടിക്കടാ. അതാ ഇവിടെ ഒരു കൊരങ്ങനെല്ലാം ഉണ്ട്, നോക്കട്ടെ. കെട്ടിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വലിയ കാര്യം പോലെ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടോ, ശ്വാസം വലിക്ക്, നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം നമ്മുടെ നാട് തന്നെ. അതാ ഒരു അരിപ്പാടങ്ങളെല്ലാം ഉണ്ട് ഇവിടെ, നാട്ടുള്ള വീട് തന്നെ. അരിപ്പാടത്ത് കൊണ്ടുവന്നിട്ട് മലയും കാണൂല, പണ്ടാരം മൊത്തം മഞ്ഞ് മൂടിയിട്ട്. റൈസ് ഫീൽഡ്സ്. അവിടെയായിരുന്നു മൗണ്ട് ഫൂജി ഉണ്ടാവേണ്ടത്. അതിന്റെ അടിഭാഗം കാണുന്നുണ്ട്, മുകളിലോട്ടൊന്ന് കാണുന്നു. നോക്കാം അവിടെ എന്താ വിൽക്കുന്നത്. അപ്പൊ കടകളെ ഏരിയയിലെത്തി. ഇത് മെയിൻലി സ്ട്രീറ്റ് ഫുഡ്, ഒരു സ്റ്റോളെല്ലാം പോലത്തെ സംഭവമാണ്. നൂഡിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ, അങ്ങനെ ലോക്കലൊന്നും പറയാൻ പറ്റൂല. ഇനി എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്കട നടക്കുകയാണ്. കുറേ മരങ്ങളെല്ലാം ഉണ്ട്. അവർ പറഞ്ഞ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് വന്നെങ്കിൽ ഫുള്ള് ലൈക്ക് ഓട്ടമിൻ്റെ മേപ്പിൾ ലീവ്സ് കാണായിരുന്നു എന്നായിരുന്നു. എന്നിട്ട് അവർ പറയും ചെയ്തു ഒരാഴ്ച കൂടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു പറയാം. 1 വീക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം യെല്ലോ, ഓൾമോസ്റ്റ് ചിലതെല്ലാം യെല്ലോ ആയി. ഈ ഗ്രാസ് എല്ലാം കുറച്ച് യെല്ലോ ഓറഞ്ചെല്ലാം ആയി. ട്രീസ് എല്ലാം ആയെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതേപോലത്തെ ഇങ്ങനത്തെ വാക്ക് വേണം. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ലീവ്സ് വീഴുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ. റൈസ് ഫീൽഡും മരിപ്പാടവും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല രസമുള്ളൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെ ഉണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലത്തെ സ്ഥലങ്ങളിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. നിഗരിക്കെ പോണ്ട്. ഉച്ചയ്ക്ക് 2-3 മണി, എന്നിട്ടും മഞ്ഞ്.
നല്ല തണുപ്പുണ്ട് ഇതിൽ കൂടെ നടക്കാൻ. ഞാനാണെങ്കിൽ സ്വെറ്ററൊന്നും എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്ത് ഇവര് സമയം പറഞ്ഞ എത്രയാ, 8:45 എന്തോണ്. ഞാനപ്പോഴത്തേക്കും ഞാൻ 8 മണിക്കല്ല എണീറ്റ് 8:20 ഇവർ വിളിച്ചു തുടങ്ങി നമ്മൾ താഴെയുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഹൗസിലും കുളിക്കാനല്ലാണ്ടായി. എന്നിട്ട് കുറച്ച് ലേറ്റായി. കുട്ടിയെ എടുത്തിട്ടിട്ട് ഇറങ്ങി. നല്ല തണുപ്പ്. ജാക്കറ്റ് എടുക്കായിരുന്നു. അതെവിടെ എന്തായാലും അത് നല്ല രസമുണ്ട്. ഈ ട്രിപ്പിൽ മൊത്തം എന്തായാലും കാണാൻ മുതലായത് ഇതും ഇതിനു മുമ്പ് നമ്മൾ പോയ മറ്റേ അരിപ്പാടത്തിൻ്റെ അടുത്തുള്ള കുറച്ച് ബ്രിഡ്ജും കാര്യങ്ങളെല്ലാം ആണ്. ഇതേപോലെ ഉണ്ടാവും എല്ലാ ട്രീസും, റെഡും ഓറഞ്ചും ആയിട്ട് നല്ല രസമുണ്ടാവും. കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നാൽ മതി. നല്ല ക്ലിയർ ഡേ നോക്കി തന്നെ വരണം, എന്നാലേ മൗണ്ട് ഫുജിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. പുകയിലും വരുന്നുണ്ട്, കാണുന്നുണ്ടാവോ? അത്ര തണുപ്പൊന്നും ഇല്ല, പക്ഷെ നല്ല വ്യൂ ആ. വെറുതെ ഇങ്ങനെ നടക്കാം. ഇതെല്ലാം ഇവിടുത്തെ വെള്ളം കൊണ്ടുണ്ടാക്കിയ ഫ്രൂട്ട്സ് ആണ്. നല്ല ആനൊക്കെ തിന്നാൻ പോലും അത്ര സൈസില് നല്ല ഗ്രേപ്സും ആപ്പിൾസും ഉണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. 24 ദർഹംസ് ഒരെണ്ണത്തിന്, 2 എണ്ണത്തിന്. ഇത് ഇവിടെയുള്ള മോച്ചി, ഇവിടെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ? മൗണ്ട് ഫുജിൻ്റെ എന്തെങ്കിലും സാധനം വാങ്ങാം. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എല്ലാം കണ്ട് അത് കഴിഞ്ഞ് അവർ നമ്മൾ ഹോട്ടലിൽ ഡ്രോപ്പ് ഓഫ് ആക്കി. ഇന്നത്തേക്ക് ഇനി കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ട്. അത് ചെയ്തിട്ട് ഇനി നാളെ ടോക്കിയോ ചെക്കൗട്ട് 22 സഖ. എന്നിട്ട് ട്രെയിന് മൗണ്ട് ഫുജി വ്യൂ എടുത്തത്. പക്ഷേ ഇതേപോലെ മഞ്ഞുണ്ടെങ്കിൽ ഒന്നും കാണാനൊന്നും പറ്റില്ല. നോക്കാണ്ടായാലും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ ബൈ ബൈ.